ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ സുസു ജന്നത്ത്. ഇന്ന് സെയിലിന് അവൈലബിൾ ആയ പ്ലാന്റ്സുകളാണ് കാണിക്കുന്നത്. അപ്പോൾ കസ്റ്റമർ റിക്വസ്റ്റ് പ്രകാരം ഞാൻ മറ്റ് പ്ലാന്റും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അഗ്ലോണിമ അല്ലാത്തത്. അപ്പോൾ ഞാനത് ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും. 20 രൂപ മുതലുള്ള പ്ലാന്റുകളുണ്ട്, പിന്നെ പല വെറൈറ്റീസും ഉണ്ട്. കലാത്തിയ, ബിഗോണിയ, ഫ്ലവറിങ് പ്ലാന്റ്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എഗ്ലോണിമ നോക്കിയിട്ട് ഇത് നോക്കാം. നിങ്ങൾ ലാസ്റ്റ് വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ആ പ്ലാന്റുകളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. എഗ്ലോണിമയിൽ നമുക്ക് ഫസ്റ്റ് സീഡ്ലിങ്സ് നോക്കാം. സീഡ്ലിങ്സും ചെറിയ റേറ്റിൻ്റെ പ്ലാന്റും നോക്കാം. ഫസ്റ്റ് പിന്നെ പിങ്ക് ബനാമൻ്റെ ഒരു തൈ ഉണ്ട് കേട്ടോ, 180 ആണ്, ചെറിയ തൈയാണ്. പിന്നെ ഉള്ളത് ഹെങ്ങിൻ്റെ ഒരു തൈ ഉണ്ട്, 150ൻ്റെ സീഡ്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ചെറിയ പോട്ടിലേ പോട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇത് പിന്നെ ബ്ലാക്ക് മെറൂണിൻ്റെ ഒരു പ്ലാന്റാണ്, 250ൻ്റെ പ്ലാന്റ് ആട്ടോ ഇത്. അതുപോലെ റെഡ് വൈൻ്റെ 200ൻ്റെ തയ്യാട്ടോ ഇത്. റെഡ് വൈൻ്റെ 150ൻ്റെതും ഉണ്ട്. പിന്നെ ഉള്ളത് പിങ്ക് സ്പ്ലാഷിൻ്റെതാണ്. നെക്സ്റ്റ് വരുന്നത് പിന്നെ നമ്മളൊരു വിതുരി എന്ന് പറഞ്ഞ ഒരു റയർ വെറൈറ്റി പ്ലാന്റാണ്. 2 ഷൂട്ടും പിന്നെ ബേബിയും ഉണ്ട്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ ഇത്, 2 ഷൂട്ടുള്ള പ്ലാന്റാണിത്. പിന്നെ ഉള്ളത് സൂപ്പർ വൈറ്റ് 250ൻ്റെതാണ്. പിന്നെ വന്നിട്ടുള്ളത് ഡോളറിൻ്റെ വലിയ പ്ലാന്റാണ്, 600ൻ്റെ. വിതുരുവിൻ്റെ തന്നെ ചെറിയ പ്ലാന്റാണ് കേട്ടോ അത്, മീഡിയം സൈസാണ്, 350ൻ്റെ സൈസുള്ള പ്ലാന്റാണ്. അത് ഡബിൾ ഷൂട്ട് പ്ലാന്റാണ്, അതിന് കുറച്ചുകൂടി റേറ്റ് ആവും. ഇതാണ് സിംഗിൾ ഷൂട്ട് കേട്ടോ, 350ൻ്റെ. പിന്നെ ലെമണൈഡിൻ്റെ പ്ലാന്റുകളുണ്ട് കേട്ടോ, 300 ആണ് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ലെമണൈഡ്. വലിയ പ്ലാന്റാണ് കേട്ടോ, സീഡ്ലിംഗ് അല്ല. സീഡ്ലിംഗ് അത് തന്നെ ഉള്ളൂ. ഇനി ഞാൻ കാണിക്കുന്നതൊക്കെ വലിയ പ്ലാന്റുകൾ തന്നെയാണ്, മീഡിയം സൈസും. പിന്നെ തായ് ഫ്രോസൺ ഉണ്ട് കേട്ടോ, 250ൻ്റെ, അത്യാവശ്യം നല്ലൊരു മീഡിയം സൈസ് പ്ലാന്റ് തന്നെയാണ്. അതുപോലെ സെക്സീലിയ ഉണ്ട്, 350ൻ്റെ. പിന്നെ പിങ്ക് ക്യാബേജ് ഉണ്ട് കേട്ടോ, 480 ആണ് റേറ്റ് വരുന്നത്. അതുപോലെ റൈസ് ലീഫ് ഉണ്ട്, ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാണ്, 250ൻ്റെ. പിന്നെ ഉള്ളത് ഇതാണ് ഗ്രീൻ പപ്പായ ആണ്. ഗ്രീൻ പപ്പായൻ്റെ വലിയ പ്ലാന്റാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ഗ്രീൻ പപ്പായൻ്റെ. അതിൻ്റെ 250ൻ്റെ പ്ലാന്റും ഉണ്ട്. പിന്നെ പീച്ചിൻ്റെ പ്ലാന്റുകളാണ്, 300ൻ്റെ. ഇതൊക്കെ പീച്ചിൻ്റെതാണ്. ഡബിൾ ഷൂട്ട് ഉള്ളതിന് കുറച്ചുകൂടി റേറ്റ് ആവുന്നേ ഉള്ളൂ. ഇത് ഡബിൾ ഷൂട്ട് പ്ലാന്റാണ്, പീച്ചാട്ടോ, ഫുൾ പീച്ചിലേക്ക് വരുന്നതാണ്. പിന്നെ ഉള്ളത് ബിദാദരീൻ്റെ ഒരു പ്ലാന്റാണ്, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ബിദാദരി. പിന്നെ പിങ്ക് ബനാമൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് പിങ്ക് ബനാമ. മീഡിയം സൈസാണ്, നല്ല വലുതും അല്ല ചെറുതും അല്ലാത്ത ഈ ഒരു സൈസുള്ള പ്ലാന്റ് കേട്ടോ പിങ്ക് ബനാമ. 450 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ ഉള്ളത് പിങ്ക് സ്പ്ലാഷിൻ്റെ കുറേ പ്ലാന്റുകളാണ് കേട്ടോ. ഇതിലെല്ലാം ഡബിൾ ഷൂട്ട് പ്ലാന്റാണ് കേട്ടോ. ഇതൊരു മദർ പ്ലാന്റും ബേബിയും ആയിട്ടുമാണ്. 350 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്, 2 ഷൂട്ടുള്ള പ്ലാന്റുകളാണ്. പിന്നെ ഗ്രീൻ പപ്പായൻ്റെ 200ൻ്റെ പ്ലാന്റ് ഉണ്ട്. പിന്നെ വരുന്ന ഇതൊക്കെ അന്തിനിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് അന്തിനി, കണ്ടില്ല, അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് അന്തിനി. 300, 350 സൈസേ റേറ്റ് വരുന്നുള്ളൂ. വലിയ പ്ലാന്റിന് 350, അതിൻ്റെ തൊട്ട് താഴെയുള്ളതിനൊക്കെ 300. കണ്ടില്ലേ, ലീഫിൻ്റെ ഭംഗി തന്നെയാണ്, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് അന്തിനി. പുതിയ വെറൈറ്റി പ്ലാന്റാണ് അന്തിനി. ഇനി വരുന്നത് റയർ വെറൈറ്റീസാണ്, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ ഇത്. ഇത് പുതിയ വെറൈറ്റിയാണ്. പിന്നുള്ളത് ഇതും ഒരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ, എനിക്ക് കറക്റ്റ് ഐഡിയ അറിയില്ല. ലീഫ് കണ്ടില്ല, നല്ല വേരിഗേഷനൊക്കെ ഉള്ള നല്ല ബുഷി ആയിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ അത്. 2 ഷൂട്ടുള്ള പ്ലാന്റാണ്. പിന്നെ വരുന്നത് ഇതാണ്, ഇത് മിസ് തായ്ലൻഡ് ആണ്. അത് റയർ വെറൈറ്റി ആണ്, 550 ആട്ടോ റേറ്റ് വരുന്നത്. മിസ് തായ്ലൻഡ് റയർ വെറൈറ്റി ആണ്. ഇതിൻ്റെ ID മെഡോൺ കേട്ടോ, ഗോൾഡൻ മെഡോൺ എന്നാണ്. നല്ല ഭംഗിയുള്ളൊരു പുതിയ വെറൈറ്റി പ്ലാന്റ് ആണ് ഇത്. പിന്നെ പിന്നുള്ളത് പീച്ച് പനാമ കേട്ടോ. ഇത് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ്, സിംഗിൾ ഷൂട്ടിന് 450 ആണ്. പീച്ച് പനാമിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആട്ടോ ഇത്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് പീച്ച് പനാമ.
ഇനി കാണിക്കുന്നതൊക്കെ റെയർ വെറൈറ്റീസ് ആണ്. റേറ്റ് കൂടിയതാണ്. 500 above 1000 above ഉള്ള പ്ലാന്റുകളാണ്. ഇത് കുങ്കും റെഡ് ആട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിരുന്നു. 4 ഷൂട്ടുള്ള കണ്ടില്ലേ, 4-5 ഷൂട്ടുള്ള ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടത്. പിന്നെ ഉള്ളത് പ്രക്കായ്പറ്റിൻ്റെ 2 ഷൂട്ടുള്ള പ്ലാന്റാണ്. പിന്നെ ഉള്ളത് സോംബാറ്റാണ്. സോംബാറ്റ് വലിയ പ്ലാന്റാണ്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റാട്ടോ സോംബാറ്റ്. സോംബാറ്റിന് ഈ 3 പ്ലാന്റ് തന്നെയുള്ളൂ. ഇത് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുകളാണ്. ഇതും അത്യാവശ്യം നല്ല വലിയ പ്ലാന്റാട്ടോ സോംബാറ്റ്, ചെറിയ പ്ലാന്റ് അല്ല. പിന്നെ ഉള്ളത് കലാത്തിയ വെറൈറ്റീസ് ആണ് കേട്ടോ. ബുഷി പോട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് വാങ്ങാം. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. ഇതിൽ 550 ആട്ടോ ഇതിന് റേറ്റ് വരുന്നത്. കാരണം അത്രക്കും ബുഷിയാണ്. കണ്ടില്ലേ, വലിയ പ്ലാന്റ് ആട്ടോ. വലിയ ലീഫോട് കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ബുഷിയായിട്ടുള്ള കുറേ ഷൂട്ടുള്ള പ്ലാന്റ് ആട്ടോ. അതാണ് ഇത്രയും റേറ്റ് വരുന്നത്. നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാനൊക്കെ പറ്റിയ പ്ലാന്റാണ്. ഇതും പീച്ച് പലാമൻ്റെ പ്ലാന്റ് തന്നെയാണ്. പിന്നെ പിങ്ക് ഉണ്ട് കേട്ടോ. കൊച്ചിൻ പിങ്കിൻ്റെ ഡബിൾ ഷൂട്ടുള്ള പ്ലാന്റ് ഉണ്ട്. 450 ആണ് റേറ്റ് വരുന്നത്. ഇനി നമുക്ക് ആ ചെറിയ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചെറിയ റേറ്റിൻ്റെ എഗ്ലോണിയം അല്ല, മറ്റ് തരം പ്ലാന്റുകളാണ് കേട്ടോ. ഫസ്റ്റ് 20 റുപ്യൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് എപ്പീഷ, നല്ല ഭംഗിയുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഒരു പിങ്ക് കളർ ഫ്ലവറാണ് ഉണ്ടാവുക. അതുപോലെ കലാഞ്ചിയൻ്റെ റെഡാണ് കേട്ടോ. ഇത് ഹൈബ്രിഡ് അല്ല, നോർമലാണ്. 30 റുപ്പീസ് ആട്ടോ ഇതിന് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് ബിഗോണിയാണ്. നല്ല ഭംഗിയുള്ളൊരു ബിഗോണിയ കേട്ടോ. ഇത് 130 ആട്ടോ ഇതിന് റേറ്റ് വരുന്നത്. സാധാരണ ബിഗോണിയ അല്ല, ഒരു നല്ല പച്ചമിൽ ഡോട്ട് വരുന്നത് പുതിയ വെറൈറ്റി ബിഗോണിയാണ്. പിന്നെ സഫ്ലോറിൻ്റെ ഒരു പ്ലാന്റ് കിട്ടും. സഫ്ലോറാണ് കേട്ടത്. ലീഫിലുള്ള ഒരു ചേഞ്ചസ് ആണ്. ഈ ഒരു മഞ്ഞയും പച്ചയായിട്ട് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. 120 റുപ്യാണ് ഇതിന്. പിന്നെ വരുന്നത് നമ്മൾ റബ്ബർ പ്ലാന്റ് ആണ്. സാധാരണ ലീഫ് നല്ല ഭംഗിയാണ്, പ്ലാസ്റ്റിക് പോലെ ഉണ്ടാവും. ഗ്രീനാണ് ഇട്ടത്. ഇതും 120 ആണ്. പിന്നെ ബേർഡ് നെസ്റ്റ് ഫേൺ എന്ന് പറയും. ഫേണിലുള്ള ഒരു പ്ലാന്റാണിത്. ഫേൺ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആട്ടോ. കുറച്ച് വലിയ പ്ലാന്റാണ് കേട്ടോ. ഇത് 200-250 റേറ്റിൽ വരുന്ന പ്ലാന്റാണ്. പിന്നുള്ളത് ബിഗോണിയാണ്. ഇത് 50 റുപ്പീസേ ഉള്ളൂ. ഇത് വേറൊരു വെറൈറ്റിയാണ്. ബുഷിയായിട്ട് ഉണ്ടാകുന്ന ഈ ഒരു കളറാണ് ഉണ്ടാവുക. പേരറിയില്ല എനിക്ക് പ്ലാന്റിൻ്റെ. 30 റുപ്പീസേ ഉള്ളൂ കേട്ടോ. വലിയ പ്ലാന്റാണ്. അതുപോലെ ഇതും ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാം നമുക്ക്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. 50 റുപ്പീസാണ്. ഇത് സ്കിസ്മറ്റോ ഗ്ലോട്ടിസ് എന്ന് പറയും. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആട്ടോ. ഇതൊരു ഇൻഡോറാണ്. പിന്നെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. 200 ആട്ടോ ഇനി റേറ്റ് വരുന്നത്. ഇതിൻ്റെ വലുതുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഈ ലീഫിൻ്റെ പാറ്റേൺ ആണ് ഇതിൻ്റെ ഭംഗി. ഇവിടെ സിൽവർ വന്നിട്ട് ഗ്രീനിൽ വരുന്നൊരു പ്ലാന്റ് ആട്ടോ ഇത്. പിന്നെ ബിഗോണി ഉള്ളത് 40 റുപ്പീസിൻ്റെതാണ്. പിന്നെ ഒരു ഹാങ്ങിങ് ആണ്. നല്ല നമുക്ക് ഒരു സ്റ്റെമ്മൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കയറ്റി കൊണ്ടുപോകാൻ പറ്റിയ ഒരു പ്ലാന്റാണിത്. മോൺസ്ട്ര പെറു എന്നാണ് കേട്ടോ. അതൊരു പുതിയ വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ. ലീഫിൽ കണ്ടില്ല, ഇങ്ങനെ ഒരു ലീഫാണ് ഉണ്ടാവുക. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് 150ൻ്റെ ആണ് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ ഇതാക്കി വെക്കാം. ഇത് ഞാനിവിടെ എൻ്റെ വീട്ടിൽ വെച്ചൊരു മദർ പ്ലാന്റ് ആണ്. ഹാങ്ങിങ് തന്നെയാണ്. ഇതിൻ്റെ കുറേ തൈകളുണ്ട് 20 റുപ്യക്കൊക്കെ. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് നല്ല ഭംഗിയിൽ ആക്കി വെക്കാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണുമ്പോൾ, ദൂരത്തുനിന്ന് കാണുമ്പോൾ കണ്ടില്ലേ. പിന്നുള്ളത് ഫിലോഡൻഡ്രൻ ആണ്. ഫിലോഡൻഡ്രൻ്റെ ഒരു വെറൈറ്റിയാണിത്. 100ൻ്റെ. ഇത് സെൻസിവീരിയൻ്റെ ഒരു തയ്യാട്ടോ. 80 റുപ്പീസാണ്. ഇത് ചെറുതാണ്, നല്ല ബുഷിയായാൽ നല്ല രസമാണ് കാണാൻ. സെൻസിവീരിയ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വാങ്ങാം. അതുപോലെ ക്രൊക്കഡൈൽ ഫേൺ, ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. 100 ആണ് ഇതിന് റേറ്റ് വരുന്നത്. ഇതിന് വെയിൽ കൊള്ളാൻ പറ്റുള്ള ഇൻഡോറാണ്. കണ്ടില്ല, വെയിൽ കൊണ്ടിട്ട് ഇതായതാണ് ലീഫ്. പിന്നെ പെപ്രോമിയ വെറൈറ്റികളാണ് കേട്ടോ. അത് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് കേട്ടോ. 60 റുപ്പീസാണ് ഇതിന് വരുന്നത്. ഇതൊക്കെ അതിൻ്റെ വേരിഗേറ്റഡ് ആണ് 60 റുപ്പീസിൻ്റെ. പിന്നെ നമുക്കറിയാം ഒരു അലോക്കേഷൻ്റെ പ്ലാന്റാണ് കേട്ടോ. അത് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് അലോക്കേഷ. 150. ഇത് പിന്നെ റെഡ് ഹാറ്റ് എന്നറിയും. ഫിലോഡൻഡ്രനിലെ നല്ലൊരു വെറൈറ്റി ആട്ടോ. ഇത് കുറച്ച് റേറ്റ് ഉണ്ട്. 350 ആട്ടോ ഇതിന് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇൻഡോർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫിലോഡൻഡ്രൻ വെറൈറ്റിയാണ്. ഇതാട്ടോ ക്രൊക്കഡൈൽ ഫേണിൻ്റെ മദർ പ്ലാന്റ്. ഇതിൻ്റെ ഇവിടെ കളക്ഷനിലുള്ളതാണ്. ഇങ്ങനെ ബുഷിയായിട്ട് വരും. നല്ല ഭംഗിയാണ് കാണാൻ ക്രൊക്കഡൈൽ ഫേണ്.
അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ആവശ്യമുള്ളത് വെച്ചാൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.